ദേശീയപാതയുടെ മധ്യഭാഗത്ത് നിന്ന് 75 മീറ്റർ വരെ നിർമ്മാണ നിയന്ത്രണം. ദേശീയപാതയോരത്തെ നിലവിലുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ പോലും പുനഃപരിശോധിക്കണം. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തുവന്നതോടെ കേരളത്തിൽ വലിയ ആശങ്കയാണ് ഉയരുന്നത്. റോഡ് സുരക്ഷ ഉറപ്പാക്കണമെന്നതിൽ ആർക്കും എതിരഭിപ്രായമില്ല. എന്നാൽ രാജ്യത്തെ ഏറ്റവും ജനസാന്ദ്രതയേറിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ദൂരപരിധി അതേപടി നടപ്പാക്കുന്നത് എത്രത്തോളം പ്രായോഗികമാണ്? രാജസ്ഥാനിലും തെലങ്കാനയിലുമുണ്ടായ വാഹന അപകടങ്ങളിൽ 34 പേർ മരിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് ദേശീയപാതയോരത്തെ നിർമ്മാണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സുപ്രധാന ഇടക്കാല നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ദേശീയപാതയുടെ മധ്യരേഖയിൽ നിന്ന് 40 മീറ്ററിനുള്ളിൽ താമസ ആവശ്യങ്ങൾക്കായുള്ള പുതിയ നിർമ്മാണങ്ങൾക്കും 75 മീറ്ററിനുള്ളിൽ വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് നിർമ്മാണങ്ങൾക്കും അനുമതി നൽകരുതെന്നാണ് പ്രധാന നിർദ്ദേശം. ഇതിനൊപ്പം നിലവിലുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസുകളും NOCകളും പുനഃപരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചട്ടലംഘനം കണ്ടെത്തിയാൽ ലൈസൻസ് പുതുക്കി നൽകരുതെന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിന്റെ പ്രശ്നം ഇവിടെയാണ് ആരംഭിക്കുന്നത്. ദേശീയപാതയോരം കേരളത്തിൽ ഒരു സാധാരണ ഹൈവേ കൊറിഡോർ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയോരം തുടർച്ചയായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗര മേഖലയാണ്. വീടുകൾ, കടകൾ, ആശുപത്രികൾ, ഹോട്ടലുകൾ, വർക്ക്ഷോപ്പുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങി ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ ദേശീയപാതയോരത്താണ് പ്രവർത്തിക്കുന്നത്. പല സ്ഥാപനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതിയും മറ്റു നിയമാനുസൃത രേഖകളും നിലവിലുണ്ട്. ദേശീയപാത വികസനത്തിനായി പലരും നേരത്തെ തന്നെ ഭൂമി വിട്ടുകൊടുത്തവരുമാണ്. അവശേഷിക്കുന്ന ചെറിയ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ കഴിയാതെ വന്നാൽ അവരുടെ സ്വത്തിന്റെയും ജീവിതമാർഗത്തിന്റെയും ഭാവി എന്താകും എന്നതാണ് വലിയ ആശങ്ക. കേരളത്തിന്റെ ഭൂപ്രകൃതിയാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. വനമേഖലകൾ, കായലുകൾ, നദികൾ, മലനിരകൾ, ജനവാസ മേഖലകൾ എന്നിവ ചേർന്നതാണ് കേരളത്തിന്റെ ഭൂമിശാസ്ത്രം. ഇതിനിടയിൽ ദേശീയപാതയുടെ മധ്യഭാഗത്ത് നിന്ന് ഇരുവശത്തേക്കും 75 മീറ്റർ വീതം നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ദേശീയപാതയ്ക്ക് ചുറ്റും വലിയൊരു നിർമ്മാണ നിയന്ത്രിത മേഖല രൂപപ്പെടും. പ്രായോഗികമായി ഇത് നിരവധി കുടുംബങ്ങളെയും ചെറുകിട വ്യാപാരികളെയും ഭൂവുടമകളെയും ബാധിച്ചേക്കാം. പ്രത്യേകിച്ച് ദേശീയപാത വികസനത്തിന് ശേഷം റോഡിന് സമീപം ബാക്കിയാകുന്ന ചെറിയ പ്ലോട്ടുകളുടെ ഉപയോഗമാണ് വലിയ ചോദ്യം. അത്തരം ഭൂമിക്ക് വിപണി മൂല്യം കുറയാനുള്ള സാധ്യതയും ഉയരും. ബാങ്കുകൾ വായ്പ നൽകാൻ മടിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ റോഡ് വികസനത്തിന്റെ സാമ്പത്തിക ഭാരം കൂടി സാധാരണക്കാരുടെ മേൽ പതിക്കുമെന്ന ആശങ്കയും ഉയരുന്നു. ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് നിർണായകം. ദേശീയപാതയോരത്തെ അനധികൃത നിർമ്മാണങ്ങളും അപകടകരമായ പാർക്കിംഗും നിയന്ത്രിക്കണം. പക്ഷേ പതിറ്റാണ്ടുകളായി നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും ഒരേ മാനദണ്ഡത്തിൽ ഉൾപ്പെടുത്തി ജീവിതമാർഗം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുത്. കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും ജനസാന്ദ്രതയും കണക്കിലെടുത്ത് പ്രത്യേക മാനദണ്ഡം വേണമെന്ന ആവശ്യമാണ് സംസ്ഥാനത്തിന് മുന്നോട്ട് വയ്ക്കാനാകുക. ഇതിനായി സുപ്രീം കോടതിയിൽ വിശദമായ സത്യവാങ്മൂലം നൽകുകയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അടിയന്തരമാണ്. റോഡ് സുരക്ഷയും ജനങ്ങളുടെ ജീവനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേസമയം സുരക്ഷയുടെ പേരിൽ നിയമാനുസൃതമായി കെട്ടിപ്പടുത്ത ഒരു ജനജീവിതത്തെ തന്നെ ഇല്ലാതാക്കാനും കഴിയില്ല. അതിനാൽ ദേശീയപാതയോരത്തെ നിർമ്മാണ നിയന്ത്രണത്തിൽ കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടണം. സുപ്രീം കോടതിയെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ അമ്പലപ്പുഴ വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.ambalappuzha.in സന്ദർശിക്കുക.